ബിഗ് ബോസ് സീസൺ 6ലെ കണ്ടസ്റ്റൻസ് ആയ ഗബ്രിയും ജാസ്മിനും 24 മണിക്കൂറും ഒരുമിച്ചാണ് നടക്കുന്നത്. ഇതിനെ പറ്റിയിട്ട് ബിഗ് ബോസ് ഹൗസിനുള്ള ഓൾറെഡി ഒരു ചർച്ച നടന്നതാണ്. ഇപ്പോൾ അവർ കാണിക്കുന്ന പല കാര്യങ്ങളും ജനങ്ങൾക്ക്, പ്രേക്ഷകർക്ക് കൂടി അക്സെപ്റ്റ് ചെയ്യാൻ കഴിയാത്ത രീതിയിലേക്ക് പോയിരിക്കുകയാണ്. ഇന്നലെ നടന്ന കുറച്ച് സംഭവങ്ങളാണ് ഇതിന് ഉദാഹരണമായിട്ട് പറയാൻ പറ്റുന്നത്. ഇന്നലെ പുലർച്ചെ അഥവാ രാത്രി വൈകിയ ശേഷം ഇവർ സോഫയിലും കാര്യങ്ങളിലൊക്കെയാണ് കിടക്കും ഇരുന്നുമൊക്കെ സംസാരിക്കുന്നത്. അപ്പോൾ അങ്ങനെ ഇരുന്ന് സംസാരിക്കുന്ന സമയത്ത് ഇവരുടെ പുറത്തുള്ള ആൾക്കാരെ പറ്റിയിട്ട് സംസാരിക്കുന്നുണ്ട്. അമ്മയും അച്ഛനൊക്കെ കണ്ട് എങ്ങനെ വിചാരിക്കും എന്ന് രണ്ടുപേരും പറയുന്നുണ്ട്. അതേ സമയത്ത് തന്നെ റിലേഷൻഷിപ്പിനെ കുറിച്ചും ഇവർ പറയുന്നുണ്ട്. ചെറിയ കോഡുകളും കാര്യങ്ങളൊക്കെ യൂസ് ചെയ്യുന്നുണ്ട്. അതുപോലെ തന്നെ ജാസ്മിൻ പുറത്ത് എൻഗേജ്മെൻറ്റും കാര്യങ്ങളൊക്കെ കഴിഞ്ഞ രീതിയിൽ, അതായത് കല്യാണം ഉറപ്പിച്ചു വെച്ചതാണ് എന്നുള്ള രീതിയിലുള്ള കാര്യങ്ങൾ വെളിപ്പെടുത്തുന്നുണ്ട്. അതുപോലെ ഗബ്രിക്ക് ഓസ്ട്രേലിയയിൽ ഒരാളുണ്ട് എന്നുള്ള രീതിയിൽ പറയുന്നുണ്ട്. പക്ഷെ ഗബ്രി പേര് വെളിപ്പെടുത്തുന്നില്ല. പക്ഷേ ജാസ്മിൻ ആ ഒരു വ്യക്തിയുടെ പേര് വെളിപ്പെടുത്തുന്നുണ്ട്. അഫ്സൽ എന്നാണ് പറയുന്നത്. അപ്പോൾ അഫ്സൽ എന്നൊരാൾ പുറത്തുണ്ടെന്ന് പറയുന്നു. അറേഞ്ച്ഡ് മാരേജ് എന്നൊക്കെയാണ് പറയുന്നത്. ഇവർ രണ്ടുപേരുടെയും സംസാരം ഒരിക്കലും ബാക്കിയുള്ളവർക്ക് അക്സെപ്റ്റ് ചെയ്യാൻ പറ്റുന്ന രീതിയിലുള്ളതല്ല. കാരണം ശരിക്കും ലവേഴ്സിനെ പോലെ തന്നെയാണ് ഇവർ സംസാരിക്കുന്നത്. അതിലും മുകളിൽ എന്തെങ്കിലും ഉണ്ടോ എന്നുള്ള രീതിയിൽ വരെ ആൾക്കാർക്ക് തോന്നാൻ തുടങ്ങി. അതിനുദാഹരണം ഞാൻ തന്നെ പറയാം. ഋഷി സംസാരിക്കുന്നുണ്ടായിരുന്നു ഇന്നലെ ഇവരെ പറ്റിയിട്ട്. ഓൾറെഡി ജാസ്മിൻ്റെ അടുത്ത് പോയിട്ടും ഋഷി പറയുന്നുണ്ടായിരുന്നു, നീ കാരണം ആ ഒരു വാലായിട്ട് നടക്കുന്ന ചെറുക്കന് നാളെ കുഴപ്പങ്ങളൊന്നും വരാതെ ഇരിക്കണം എന്നുള്ള രീതിയിൽ. പക്ഷെ ജാസ്മിൻ അതൊന്നും ഒരു ഗൗരവമായിട്ട് എടുക്കുന്നില്ല. അതൊക്കെ ഒരു തള്ളി പറയുന്ന രീതിയിൽ, നിനക്കും വാലുണ്ടല്ലോ എന്നുള്ള രീതിയിലൊക്കെ പറയുന്നു. അപ്പോൾ ഋഷി പറയുന്നു, ഇല്ല, ഞാൻ ആരുടെയും വാലായിട്ടല്ല, ഞാൻ ഒറ്റക്കാണ് കളിക്കുന്നത്, ഒരാളുടെയും വാലായി ഞാൻ നടക്കാറില്ല. പക്ഷേ 24 മണിക്കൂർ നീ ഗബ്രിയുടെ കൂടെയാണ്, അപ്പോൾ എനിക്ക് അങ്ങനെ പറയാനുള്ള അധികാരം ഉണ്ടെന്നും ഋഷി പറയുന്നുണ്ട്. പക്ഷെ അതൊന്നും അക്സെപ്റ്റ് ചെയ്യാനോ ജാസ്മിൻ തയ്യാറാകുന്നില്ല. അതുപോലെ തന്നെ രാത്രി ഇവർ ഒരുമിച്ചാണ് കിടന്നുറങ്ങുന്നത്. ഒരുമിച്ച് എന്ന് വെച്ചാൽ ഒരു റൂമിലാണ്, ഒരു ബെഡിൽ തന്നെയാണ് കിടക്കുന്നതെന്നാണ് കാണുന്നത്, ദൃശ്യങ്ങളിൽ നിന്ന് വ്യക്തമാകുന്നത്. അപ്പോൾ ഈ ഒരു സിറ്റുവേഷൻ ഋഷി കുറച്ച് കാര്യങ്ങൾ അപ്സരയുടെ അടുത്ത് ഷെയർ ചെയ്യുന്നുണ്ട്. അതായത് ഈ ജാസ്മിൻ ആദ്യം എൻ്റെ അടുത്തേക്കായിരുന്നു വന്നതെന്നും പക്ഷേ എനിക്കതിന് താല്പര്യമില്ല, എനിക്കതിന് റീസൺസ് ഉണ്ട്, ഞാൻ മാറി നിൽക്കുകയായിരുന്നു എന്നും പറഞ്ഞു. പിന്നീട് ഗബ്രിയുടെ അടുത്തേക്ക് പോവുകയും അവനുമായിട്ട് സെറ്റാകുകയും അവനെ ഈ ഒരു നിലയിലേക്ക് എത്തിക്കുകയും ഇപ്പോൾ അവനെ ചെയ്യാൻ പറ്റാത്ത അവസ്ഥയിലേക്ക് എത്തിക്കുകയും നാണക്കേടുണ്ടാക്കുകയും സ്വന്തം ബെഡ്റൂമിൽ വരെ എത്തിക്കുന്ന ഒരു അവസ്ഥയിലേക്ക് കൊണ്ടുവന്നെന്നും പറയുന്നുണ്ട്. പ്രത്യേകിച്ച് ഈ പുലർച്ചെ സമയം കാര്യങ്ങളിലൊക്കെ ഈ ലൈവ് കാണുന്നവർക്ക് മനസ്സിലാകും ഇവർ തമ്മിൽ കാണിക്കുന്ന പല കാര്യങ്ങളും അക്സെപ്റ്റ് ചെയ്യാൻ പറ്റാത്ത കാര്യങ്ങളാണ്. പുറത്ത് റിലേഷൻ ഉണ്ടെന്ന് പറയുകയും കല്യാണം ഉറപ്പിച്ചതാണെന്ന് പറയുകയും അതേ ആൾക്കാർ തന്നെ ഈ കാര്യങ്ങൾ ചെയ്യുകയും ആ ഒരു ഫ്രണ്ട്ഷിപ്പിന് ഉപരിയായി വേറെ എന്തോ തരത്തിലേക്ക് ഇത് പുറത്ത് തന്നെ ചർച്ചയായിട്ടുണ്ട്. സമയത്ത് ജാസ്മിൻ പറഞ്ഞ പല വാക്കുകളും ലവ് ട്രാക്ക് പിടിക്കില്ല, ഞാൻ ഒറ്റയ്ക്ക് നിന്ന് കളിക്കും എന്നുള്ള രീതിയിൽ പറഞ്ഞ ജാസ്മിൻ അവിടെ ചെന്നപ്പോൾ നേരെ വിപരീതമായിട്ടാണ് സംസാരിക്കുന്നതും ചെയ്യുന്നതുമല്ല. ഇതിലുള്ളവർക്ക് പോലും ഒട്ടും ദഹിക്കാത്ത രീതിയിൽ വേറെ ഏതോ രീതിയിൽ അവരെ ഡിസ്കംഫേർട്ട് ആക്കുന്ന രീതിയിലുള്ള പ്രവൃത്തികളാണ് ഇവർ രണ്ടുപേരും കൂടി ചെയ്യുന്നതും. ഗബ്രിക്ക് ഇന്നലെ മോഹൻലാൽ വന്ന ശേഷം കുറച്ച് മാറ്റങ്ങളൊക്കെ ഉണ്ടായിരുന്നു. പക്ഷേ ജാസ്മിൻ മാറിക്കൊടുക്കാനോ അല്ലെങ്കിൽ ജാസ്മിൻ ഗബ്രിയെ വിടാനോ തയ്യാറാകുന്നില്ല. ലാലേട്ടൻ ഹീറോയിനായിട്ട് ജാസ്മിനും ഹീറോ ആയി സിജോയ്ക്കും കൊടുത്തത് ഗബ്രിക്ക് അത്രയ്ക്ക് ഇഷ്ടപ്പെട്ടിട്ട് ഇപ്പോൾ നിന്റെ സിജോ ഉണ്ടല്ലോ ഹീറോ ആയിട്ട് എന്നുള്ള രീതിയിലൊക്കെ ഗബ്രി സംസാരിക്കുന്നുണ്ട്. അതുപോലെ തന്നെ ഇവർ ഈ റിലേഷൻഷിപ്പിനെ കുറിച്ച് പറയുന്ന സമയത്ത് അവരങ്ങോട്ടും ഇങ്ങോട്ടും പോസിറ്റീവ്നെസ് കാണിക്കുന്ന രീതിയിലാണ് പുറത്തു നിന്ന് കാണുന്നവർക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. അതായത് നിനക്ക് അഫ്സൽ ഉണ്ടല്ലോ എന്ന് പറഞ്ഞുകൊണ്ടിരിക്കുന്ന സമയത്ത് ജാസ്മിൻ പറയുന്നത്, ഞാൻ തന്നെ അഫ്സലിന്റെ പേര് മറന്നുപോയി, നീ എന്തിനാണ് ഇത് പറഞ്ഞുകൊണ്ടിരിക്കുന്നത് എന്ന് പറയാണ്. അതുപോലെ തന്നെ തിരിച്ച് നിനക്ക് ഓസ്ട്രേലിയ ഉണ്ടല്ലോ എന്നുള്ള രീതിയിലും പറയുന്നു. ഗബ്രി പക്ഷേ ഓസ്ട്രേലിയയിലുള്ള ആളുടെ പേര് പറഞ്ഞിട്ടില്ല, അവരുടെ ജീവിതത്തെ ബാധിക്കുമെന്ന് പറഞ്ഞ് ഗബ്രി അത് പുറത്തുനിന്ന് കാണുന്ന പ്രേക്ഷകർക്ക് ഒരിക്കലും ദഹിക്കാത്ത കാര്യങ്ങൾ തന്നെയാണ് ഇവർ ഇവിടെ കാണിച്ചു കൂട്ടുന്നത്. ലവ് ട്രാക്ക് മാന്യമായ രീതിയിലാണ് ദിൽഷ, റോബിൻ അടക്കമുള്ള ആൾക്കാർ ഇവിടെ കാണിച്ചിട്ടുള്ളതും നമ്മൾ കണ്ടിട്ടുള്ളതും. പക്ഷേ ഇത് വളരെയധികം വൾഗറായിട്ടുള്ള രീതിയിലാണ് ഇപ്പോൾ ഇവർ കാണിച്ചുകൊണ്ടിരിക്കുന്നത്. ഇവരും കമന്റിൽ പറയുന്ന കാര്യങ്ങളാണ്. ഇവർ വരുന്ന സമയത്ത്, ഇവരെ ലൈവിൽ കാണിക്കുന്ന സമയത്ത് ഭയങ്കര ബോറായിട്ട് തോന്നുന്നുണ്ട്, വളരെ വൾഗറായിട്ട് തോന്നുന്നുണ്ട്. അമ്മമാർക്കും പെങ്ങന്മാർക്കും ഇരുന്ന് TV കാണുന്ന സമയത്ത് ഇത് കാണാൻ പറ്റാത്ത രീതിയിലേക്ക് മാറിയിരിക്കണം. ഒരിക്കലും മറ്റു സീസണുകളിൽ ഇത്രയും മോശം രീതിയിലുള്ള ഒരു ലവ് ട്രാക്ക് എന്ന സ്ട്രാറ്റജി കണ്ടിട്ടില്ല. എല്ലാവരും മാന്യമായ രീതിയിലാണ് എല്ലാം കാണിച്ചിട്ടുള്ളത്. അതായത് തൊടലും പിടിക്കലും ഒക്കെ ഉണ്ടായിട്ടുണ്ടെങ്കിലും അതൊക്കെ അതിൻ്റെതായ രീതിയിൽ മാത്രമേ മറ്റുള്ളവർക്ക് പോലും തോന്നിയിട്ടുള്ളൂ. അല്ലാതെ ഓവറായിട്ട് ഉള്ള രീതിയിലുള്ള നോട്ടായാലും കടിക്കുന്നു, പല രീതിയിലുള്ള അവരുടെ എക്സ്പ്രഷൻസ് ആയാലും വളരെ വൾഗറായിട്ട് പ്രേക്ഷകർക്ക് തന്നെ ഫീൽ ചെയ്തിട്ടുണ്ട്. ഇത് വളരെ രീതിയിൽ നെഗറ്റീവായിട്ട് തന്നെ അവർക്ക്
വന്ന് കുറച്ച് ദിവസങ്ങൾക്കുള്ളിൽ തന്നെ ഇത്രയും കംഫർട്ട് സോണായി ഒരാളുമായി പെരുമാറാൻ ജാസ്മിൻ എങ്ങനെ പറ്റുന്നു എന്നാണ് പലരും ചോദിക്കുന്നത്. ഇങ്ങനെയാണ് പുറത്തെന്നാണ് ജാസ്മിൻ പറയുന്നത്. പക്ഷെ ഇതൊരു നല്ല സ്വഭാവമല്ലെന്നും എല്ലാവരും വിലയിരുത്തുന്നുണ്ട്. ഇങ്ങനെ തുടർന്ന് കൊണ്ടുപോവുകയാണെങ്കിൽ ജാസ്മിന്റെ വീട്ടിലുള്ളവർക്ക് വരെ വളരെയധികം നെഗറ്റീവ് ആവുന്ന രീതിയിലേക്ക് ഇത് മാറാനുള്ള ചാൻസ് ഉണ്ട്. അപ്പോൾ ഇതൊക്കെ അഫ്സൽ എന്ന് പറയുന്ന വ്യക്തി കാണുന്നുണ്ടാകും. അതുപോലെ തന്നെ ഓസ്ട്രേലിയയിലുള്ള ഗബ്രിയുടെ ഗേൾഫ്രണ്ട് കാണുന്നുണ്ടാകും. അപ്പോൾ അവരുടെ മനസ്സിലുള്ള കാര്യങ്ങളും കൂടി ഒന്ന് ഓർത്താൽ അവർക്ക് നല്ലതായിരിക്കും. പക്ഷേ ഗബ്രി തന്നെ പറയുന്നുണ്ട് ഇനി അവൾ അവിടെ കാണുമോ എന്ന് പോയിട്ടറിയാം എന്നുള്ള രീതിയിൽ സംസാരിക്കുന്നുണ്ട്. അതുപോലെ തന്നെ ഫിസിക്കൽ ഇൻറ്റിമസിയെ കുറിച്ചിട്ടും ഗബ്രി ചോദിക്കുന്നുണ്ട്. അതായത് എല്ലാ ആൾക്കാരോടും നീ ഇതുപോലെയാണോ ഫിസിക്കലായിട്ട് ഇടപഴകാറുണ്ടോ എന്ന് ചോദിക്കുന്നുണ്ട്. അതേസമയത്ത് ജാസ്മിൻ ഇല്ല, ഞാൻ അങ്ങനെയൊന്നുമില്ല, എൻ്റെ അടുത്ത കുറച്ച് ഫ്രണ്ട്സിൻ്റെ അടുത്ത് മാത്രമേ ഉള്ളൂ. അതുപോലെ ഷിയാസ് കരീമിൻ്റെ ഒക്കെ പേര് പറയുന്നുണ്ട്. ഷിയാസുമായിട്ട് എൻ്റെ ഫ്രണ്ടാണ്, അതുപോലെ ഷിയാസായിട്ടൊന്നും ഞാനിങ്ങനെ അടുത്ത് ഇടപെടാറില്ല എന്നുള്ള രീതിയിലൊക്കെ സംസാരിക്കുന്നുണ്ട്. ഇത് തന്നെ അറിയാം ഇവരുടെ ഈ ലവ് സ്ട്രാറ്റജി എത്ര വരെ പോകുമെന്നും എങ്ങനെയൊക്കെയാണ് ഇത് നിലനിൽക്കുന്നത് എന്നും. അതുപോലെ തന്നെ ലവ് സ്ട്രാറ്റജിയിൽ പേളിയും ശ്രീനീഷിനെയായിട്ട് കമ്പയർ ചെയ്യുന്നതായിട്ട് പലയിടത്തും കണ്ടു. ഒരിക്കലും അങ്ങനെ ഒരു പോയിമായിട്ടൊന്നും ഇവരെ കമ്പയർ ചെയ്യരുതെന്നാണ് എനിക്ക് പറയാനുള്ളത്. അത് വളരെ ജെന്യുവൻ ആയിട്ടുള്ളൊരു കേസായിരുന്നു. പക്ഷേ ഇതിൽ നമുക്ക് ഒരു ഉറപ്പില്ലാത്തൊരു കേസാണ്. നമുക്ക് കണ്ടു തന്നെ അറിയാം എന്താണ് സംഭവിക്കാൻ പോകുന്നത്. ഇതുവരെ നമ്മുടെ ചാനൽ കാണാത്ത ആൾക്കാരാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക, നമ്മളെ സപ്പോർട്ട് ചെയ്യുക.